നയനാമല ചന്തയാണ്. അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ രാവിലെ 1:30 മണിക്ക് തന്നെ ചന്തയിലെത്തിയിരിക്കുകയാണ്. പോത്തുംകുട്ടികളൊക്കെ നേരം വെളുത്തിക്ക് മുമ്പേ കച്ചവടമായി പോയി. ഇനി പോത്തുംകുട്ടികളൊന്നും ഇല്ല. കുറച്ച് ഒരു മീഡിയം സൈസ് പോത്തുംകുട്ടികൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 35,000 രൂപ മേനി വില ചോദിക്കുന്ന പോത്തുംകുട്ടികളേ ഉള്ളൂ. പോത്തുംകുട്ടികളൊക്കെ ഇപ്പോൾ ലോണുകാർ വരുന്നതുകൊണ്ട് രാത്രി 10 മണിക്കും 12 മണിക്കും മുമ്പായിട്ട് കച്ചവടമായി പോകുന്ന അവർ പറയുന്നത്. ഇനി ഈ കാണുന്ന കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ചന്തയിൽ കച്ചവടത്തിനായിട്ട്. അതൊരു 10-70 കിലോയൊക്കെ അടുത്ത് മീറ്റ് വരുന്ന പോത്തുംകുട്ടികളാണ്. 35,000 രൂപ മേനി വിലയാണ് ചോദിക്കുന്നത്. 35 രൂപ മേനി വിലയാണ് ചോദിക്കുന്നത്. ചന്തയിൽ മാട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ചന്ത ആക്റ്റീവായില്ല. 1:30 മണി ആയതേ ഉള്ളൂ. 1 മണിക്കൂടെ കഴിയുമ്പോൾ ലോഡൊക്കെ ഇറങ്ങി ഇതാവും തോന്നുന്നത്. എന്തായാലും കന്നുവരെ ഒന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് നോക്കി വിലയൊക്കെ പറഞ്ഞ് നോക്കാം. നമ്മൾ 22 രൂപ വരെ പറഞ്ഞ് 22,000 രൂപ മേനി വില പറഞ്ഞിട്ടും തരുന്നില്ല. 30 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. 30,000 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. പലതും കൊണ്ട് പലതും ചെറുതും എല്ലാം കൂടെ മിക്സഡായിട്ട് വാരി കെട്ടിയിരിക്കുകയാണ്. എന്തായാലും 35,000 രൂപ മേനി വില ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും കുറച്ച് കഴിയട്ടെ, നമുക്ക് എന്നിട്ട് വീഡിയോ എടുക്കാം. കന്ന് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും ക്രോസ് കുട്ടികളും എല്ലാം കൂടെ ഒരുമിച്ചാണ് അവർ വാരി കെട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു പോത്ത് കിടപ്പുണ്ട്. അതിന് 60,000 രൂപയാണ് ചോദിക്കുന്നത്. 60,000 രൂപ ചോദിക്കുന്ന വണ്ടികൾ വരുന്നുണ്ട്. ലോഡ് ഇവിടെ ഇറക്കുന്നേ ഉള്ളു. ഇവിടെ ഒരു ചെറിയൊരു പോത്തുംകുട്ടി നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ 21 രൂപ ചോദിച്ച് 21,000 രൂപയാണ് അവർ ചോദിച്ചത് ചെറിയ പോത്തുംകുട്ടിക്ക്. നമ്മൾ 21 രൂപ പറഞ്ഞെടുത്ത് നമ്മൾ 12 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. 12,000 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള നല്ല സൂപ്പർ ഒരു കുട്ടി തന്നെയാണ്. 12,000 രൂപ പറഞ്ഞ് 12,500 പറഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് അവർ 15 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. 15 അല്ല 16 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. നമ്മൾ 13 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. 13,000 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു കുട്ടി, പക്ഷേ നല്ല വൃത്തിയുള്ള നല്ല കൊമ്പന്തലൊക്കെ വൃത്തിയുള്ള നല്ല സൂപ്പർ ഒരു കുട്ടി തന്നെയാണ്. എന്തായാലും നമ്മളതിനെ പിടിച്ച് വാങ്ങിയിരിക്കുകയാണ്. 16 രൂപയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വേറൊരു കുട്ടിയെ കൂടെ അവർ നമ്മളടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനും ആ വില വേണമെന്നാണ് പറയുന്നത്. 16 രൂപ വേണമെന്നാണ് പറയുന്നത്. ഇതിന് നമുക്ക് അത്ര നോട്ടമല്ല. ഇതൊരു ചെമ്പൻകുട്ടിയാണ്. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി തന്നെയാണ്. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അത്ര ഇത് കാണിക്കുന്നില്ല. അത് വേണ്ടെന്ന് പറഞ്ഞു പുള്ളിക്ക്. എന്തായാലും അടുത്ത കുട്ടികളെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ചന്തയ്ക്കകത്ത് കന്നിറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഇതിനങ്ങ് തിരിച്ചുകൊണ്ട് കൊടുക്കാം. എന്നിട്ട് വേറെ കുട്ടികളെ നോക്കാം. കുഴപ്പമില്ല. നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി തന്നെയാണ്. ഒരു 10-12 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കാം. പക്ഷേ ഈ ലോണുകാരുള്ളതുകൊണ്ടാണ് ഇത്രയും വില കയറിയത് ചെറിയ കുട്ടികൾക്ക്. അവരിപ്പോൾ തന്നെ 100-300ഓളം കുട്ടിയെടുത്ത് 2 ലോഡ് പുറപ്പെട്ട് ഇനി 1 ലോഡ് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഒരു വിലക്കയറ്റം തന്നെയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നോമ്പ് പെരുന്നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വില കയറും വളർത്തു കുട്ടികൾക്ക്. ഒരു ജാഫറാബാദിയുടെ ഒരു പോത്തുംകുട്ടിയല്ല, ഒരു വലിയ പോത്ത് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട്. 90 രൂപ ചോദിച്ചതാണ് അതിന്. ജാഫറാബാദിക്ക് 90,000 രൂപ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആന്ധ്ര കർണാടക കുട്ടികൾ നിൽപ്പുണ്ട്. വലിയ ക്വാളിറ്റിയുള്ള കുട്ടികളൊന്നുമല്ല. എന്നാലും ഇതിനും ഇപ്പോൾ നല്ല വില കൊടുക്കണം. ചെറിയ കുട്ടികൾക്ക് തന്നെ 15 രൂപ 18 രൂപയൊക്കെ കൊടുക്കണം. 20 രൂപ 25 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ചെറിയ പോത്തും കുട്ടികൾക്ക് തന്നെ. പക്ഷെ വളരെയൊക്കെ ചെയ്യും. മറ്റുള്ള കുട്ടികൾ വളരുന്ന കണക്കുള്ള ഒരു ഇത് വരത്തില്ല. ഇവിടെ നിൽപ്പുണ്ട് പോത്തും കുട്ടികളൊക്കെ 23 രൂപ 24 രൂപയൊക്കെയാണ് ഇതിന് ചോദിക്കുന്നത്. 24,000 25,000 ഒക്കെ ചോദിക്കുന്ന പോത്തും കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും പോത്തും കുട്ടികൾക്കും വില തന്നെയാണ്. മറ്റുള്ള വലിയ കന്നാലികൾക്കും വില തന്നെയാണ്. ഇവിടെ നിൽക്കുന്ന ജോഡി 40,000 രൂപയാണ് ചോദിക്കുന്നത്. 40,000 രൂപ ചോദിക്കുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇത്രയും കുട്ടികളെ ഉള്ളിനി കച്ചവടത്തിനായിട്ട്. പക്ഷേ 40 രൂപ 20 രൂപ മേനി വെച്ചാണ് ഓരോന്നിനും ചോദിക്കുന്നത്. 20,000 രൂപ മേനി വില ഓരോന്നിനും ചോദിക്കുന്നുണ്ട്. ഇത്രയും കുട്ടികളെ ഉള്ളിനി കച്ചവടത്തിനായിട്ട്. നമ്മളെന്തായാലും ഈ ഭാഗത്ത് കുറച്ച് കന്ന് വാങ്ങിയിട്ടുണ്ട്. മീറ്റ് ഹൗസിനുള്ള മീഡിയം സൈസ് പോത്തും കുട്ടികളെ വാങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെ കിടക്കുന്ന ഈ വെള്ള മോറ കെട്ടിയത് ചെമ്പൻ കുട്ടികളെല്ലാം മീറ്റ് ഹൗസിന് മേടിച്ചതാണ്. അതിനിടയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളെ നമ്മൾ ആദ്യം മേടിച്ചതാണ്. ഫസ്റ്റ് വീഡിയോയിൽ തുടക്കത്തിൽ കണ്ട അതിനെ നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ വേറെ ടീമുകൾ വാങ്ങിയതാണ്. പിന്നെ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി നോക്കാം. ഇടക്കറ പശുക്കളൊക്കെ കുറച്ച് അവിടെ ഇപ്പോൾ ഉണ്ട്. തള്ളയും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ ഉണ്ട്. ഇഷ്ടംപോലെ കന്ന് വന്ന്, പക്ഷേ നല്ല വിലയുണ്ട്. ഇപ്പോഴും കച്ചവടത്തിനായിട്ട് ഒരുപാട് കന്നുകൾ ചന്തയിൽ നിൽപ്പുണ്ട്.
നല്ല വിലയുണ്ട്, അടുക്കാൻ പറ്റാത്ത വില. 350-400 രൂപ ഇവിടെ വിലയാവുന്നുണ്ട്. 400 രൂപയ്ക്ക് മുകളിൽ വില ചില കന്നുകൾക്ക് വീഴുന്നുണ്ട്. നമ്മൾ കുറേയൊക്കെ വില പറഞ്ഞിട്ട് നമ്മൾ മതിയാക്കി ഇനി പോകുന്നത്. നമുക്ക് വെട്ടാവശ്യത്തിന് കുറച്ച് മാട് വേണമായിരുന്നു. എന്തായാലും ഈ വിലയ്ക്ക് എടുപ്പ് നടക്കൂല. ചെറിയ കുട്ടികളൊക്കെ അത് അവിടെ നിൽപ്പുണ്ട്. 10 രൂപ 12 രൂപ ആ റേഞ്ചിലൊക്കെ. ഇച്ചിരി ക്വാളിറ്റി കുറവാണ്, പാലുകൂടിയൊക്കെ കുറവാണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലതൊക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും. 15-20 രൂപ കൊടുത്താലേ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ചെറിയ ചെറിയ മാടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല വിലയായിരുന്നു. കിലോ ഇവിടെ മതിപ്പ് ഇപ്പോൾ 400 രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. നല്ല വിലയാണ്. ഇനിയിപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കുറയുമായിരിക്കും. വീണ്ടും അടുത്ത വലിയ പെരുന്നാളാകുമ്പോൾ വീണ്ടും കൂടും. എന്തായാലും അന്തർ വില തന്നെ ഈ ആഴ്ചയും. എടുത്ത കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. 35 പറഞ്ഞ പോത്തും കുട്ടികളൊക്കെ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഇതുവരെ കച്ചവടം ആയിട്ടില്ല. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.